ഹായ് ഹലോ ദേ ഇങ്ങോട്ടും നോക്കി ഇന്നധികം തിക്കും തിരക്കും ബഹളങ്ങളൊന്നും ഇല്ലാത്തൊരു സമാധാനപരമായ ഒരു മോർണിംഗ് ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലാണ്. ഇവിടെ ആർക്കും നേരത്തെ പോകുമൊന്നും വേണ്ട. അച്ഛനൊരു 9 മണിയാകുമ്പോൾ പോയാൽ മതി. അപ്പോൾ സാവധാനം ആയാൽ മതി കേട്ടോ എല്ലാതും. പക്ഷെ അവിടെ അങ്ങനെയല്ല. അച്ഛൻ നേരത്തെ പോകണോണ്ട് രാവിലെ ചായയും കടിയും ചോറും ഉപ്പേരിയും വെക്കാണ്ട് ആകെ ഒരു ജഗബൊക തിരക്കിലാവും കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലായതുകൊണ്ട് കുറച്ച് വൈകിട്ടാണല്ലോ എണീറ്റ് വന്നപ്പോൾ തന്നെ അമ്മ ശർക്കര കാപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും ഓരോ ഗ്ലാസ് ശർക്കര കാപ്പി കുടിക്കും കേട്ടോ. അപ്പോൾ എനിക്കുള്ള കാപ്പിയാണ് ഈ തരുന്നത്. ഞാനും ഇടയ്ക്ക് കുടിക്കലുണ്ട്. ഇഷ്ടമാട്ടോ ശർക്കര കാപ്പി കുടിക്കാനും. അപ്പോഴേക്ക് ഇത് അമ്മ അടുപ്പത്ത് അമ്മയ്ക്ക് ഉള്ള മേലെഴുകാനുള്ള വെള്ളാട്ടോ. മേലും കൈയും വേദനയ്ക്ക് ചൂടുവെള്ളം നല്ലതാണെന്ന് അമ്മ പറയുന്നുണ്ട്. അപ്പോൾ ഭേദം ഉണ്ട് അത്ര. അപ്പോൾ ഇത് നമ്മുടെ ഇന്നലത്തെ പുട്ടാട്ടോ. പുട്ട് ബാക്കി വന്നപ്പോൾ രാവിലെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുട്ട് കൂടെ കുറച്ച് പുട്ടുപൊടി എടുത്തിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്നാണ് പോരാളിയുടെ തീരുമാനം. കാരണം എൻ്റെ പോരാളി ഒന്നും കളയില്ല. ഒരു അരിമണി പോലും ബാക്കി വന്ന ആൾ കളയലില്ല. അപ്പോൾ ഇത് നമ്മൾ ചോറിനുള്ള വെള്ളാട്ടോ. ചോറും ചുക്കളും നമ്മൾ പണ്ടേ അടുപ്പത്താണ് വെക്കുക. ഗ്യാസിൻ്റെ വില കൊണ്ട് മുന്നേ ഇവിടെ അതന്നെ കേട്ടോ ശീലം. അപ്പോൾ പുട്ട് അവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് കുറച്ച് പൊടി എടുത്തിട്ട് അമ്മ നനയ്ക്കുന്നുണ്ട് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം പോയിട്ട് നമ്മൾ നല്ല വേപ്പിൻ്റെ തോട്ടത്തിൽ നല്ല ഫ്രഷായിട്ട് വേപ്പിൻ്റെ പൊട്ടിക്കുന്നുണ്ട്. ഇത് അധികം ഉയരമില്ലാത്തതുകൊണ്ട് തന്നെ നല്ല സുഖമാട്ടോ പൊട്ടിക്കാൻ. അപ്പം നമുക്കിന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയല്ലോ. ഇവിടെ ഇങ്ങനെ അധികം പുട്ട് ബാക്കി വന്ന ചില ദിവസങ്ങളിലാണ് പുട്ടന്നെ ആക്കിയത് മാറ്റാറുള്ളൂ. അല്ലെങ്കിൽ അതിങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കുക. അതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി വെച്ച് കടുകും പൊട്ടിച്ച് ചെറിയുള്ളി ഇട്ട് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഉണക്കമുളക് പൊടിച്ചത് ഇവിടെ എന്നും സ്റ്റോക്ക് ഉണ്ടാവും. കാരണം ഇവിടെ എല്ലാവർക്കും എരിവൊക്കെ അത്യാവശ്യം നല്ല ഇഷ്ടമാണ്. പക്ഷെ അവിടെ ആരും അങ്ങനെ എരിവ് കൂട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഉണക്കമുളക് ഇട്ട് അതിൽ നമ്മൾ വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് അതൊക്കെ ഒന്ന് മൂത്ത് സെറ്റായിട്ട് വരുമ്പോൾ നമ്മൾ നനച്ച് വെച്ച പുട്ടുപൊടി ഉണ്ടല്ലോ, ആ പുട്ടുപൊടി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം അത് ഇളക്കി ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമ്മൾ തേങ്ങ ചിരകിയതും ഇട്ട് കൊടുക്കും. അത് നന്നായിട്ട് ഇളക്കി റെഡി ആയിട്ട് വരുമ്പോൾ നമ്മുടെ ഇന്നലെ പൊടിച്ച് വെച്ച പുട്ടും അതിലിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മാറ്റി നല്ല ഫ്രഷ് ഉപ്പുമാവ് ഇന്നത്തെ റെഡിയാവും. അപ്പോൾ അങ്ങനെ ഉപ്പുമാവ് ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് പോയിട്ട് ഇനി ഒരു ഗ്ലാസ് കാപ്പി ഈ കട്ടൻ ചായ ഉണ്ടാക്കിയില്ല. അപ്പോൾ നമ്മൾ ചോറിൻ്റെ വെള്ളം തിളച്ചതുകൊണ്ട് അതിൽ നിന്ന് 2 കപ്പ് എടുത്തിട്ട് വേഗം ഗ്യാസുമ്മ വെച്ചാൽ ചായ വേഗം റെഡി ആയല്ലോ, വെറുതെ ഗ്യാസ് കളയണ്ടല്ലോ. അങ്ങനെ ചായയൊക്കെ റെഡിയായി. അപ്പോൾ നമുക്ക് ഇനി പോയിട്ട് ഉപ്പുമാവ് കഴിച്ചാലോ. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുണ്ടായിരുന്ന ഒരു വാഴക്കൊല ഉണ്ടായിരുന്നു. അപ്പോൾ ആ പഴം പഴുത്തിട്ടുണ്ടായിരുന്നു. കുറേ എടുത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആ പഴം കൂട്ടിയിട്ടാണ് ഇന്ന് ഉപ്പുമാവ് കഴിക്കുന്നത്. കൂടെ പപ്പടവും കാപ്പി കേട്ടോ. അപ്പോൾ നിങ്ങൾ പോയിട്ട് ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് എൻ്റെ ചെറിയ ചാനലിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ, സീ യു.